ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് കൂട് പൊളിച്ച് മുയലിനെ സ്വന്തമാക്കുന്ന ഗെയിമിനെ കുറിച്ചാണ്. സത്യത്തിൽ ഈ ഗെയിമിനെ കുറിച്ച് ആർക്കും നന്നായിട്ട് അറിയില്ലായിരുന്നു എന്ന് ലാലേട്ടന് മനസ്സിലായി. ആദ്യം ഗെയിമിനെ കുറിച്ച് ചോദിക്കുകയും പിന്നീട് പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ തന്നെ അഭിഷേകും സായിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തുള്ളൊരു ഗെയിം കളിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും എല്ലാവരോടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. ലാലേട്ടൻ ആദ്യം ജാസ്മിനോടാണ് ചോദിച്ചത്. ജാസ്മിൻ ജിൻഡോയെ കുറിച്ചാണ് പറഞ്ഞത്. ജിൻഡോ കാക്ക എൻ്റെ മുയലിനെ എടുത്തു, പിന്നെ ഋഷിയുടെ മുയലിനെ എടുത്തു. എനിക്കും ഋഷിക്കും ഓരോ പോയിന്റ് ഉള്ളത് കൊണ്ട് ജിൻഡോ കാക്ക വിചാരിക്കുന്നത് ഞങ്ങളെ ആദ്യം പുറത്താക്കിയാൽ ഞങ്ങളുടെ മുയലിനെ പുള്ളിക്ക് കിട്ടുമെന്നാണ്. ഞാൻ വന്നിരുന്നു, അതിനുശേഷം ജിൻഡോ കാക്കയും തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലാലേട്ടൻ ജിൻഡോയോടാണ് ചോദിക്കുന്നത്. ജിൻഡോ ഇതിനകത്ത് നിന്ന് പറയുന്നു, ലാലേട്ട ആർക്കും ഗെയിമിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല, ലക്കിൽ ജയിച്ചു പോയതാണെന്ന് പറയാം. ലാലേട്ടൻ ചിരിക്കുകയും സിജോയോട് ചോദിക്കുകയും ചെയ്തു. സിജോ പറഞ്ഞു, എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട് ഗെയിമിനെ കുറിച്ച്. ജിൻഡോ ചെയ്തത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കളിക്കുകയായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് ലാലേട്ടൻ അഭിഷേകിനോടാണ് ചോദിക്കുന്നത്. അഭിഷേക് പറയുന്നു, എനിക്ക് മനസ്സിലായാണ് കളിച്ചത്. ആദ്യം ആമയെ പോലെ കളിച്ചു, പിന്നീട് മുയലിനെ പോലെ. ഞാൻ ആദ്യം കല്ലുകൾ എടുത്തു മാറ്റും. ഗെയിമിനെ മനസ്സിലാകാത്തവർ വന്നിട്ട് കല്ല് കുറച്ചുള്ളത് മാറ്റി മുയലിനെ എടുത്തു പോകും. അങ്ങനെ കൂടുതൽ മുയലുകൾ ശേഖരിച്ച ആളുടെ കൂട് പൊളിച്ച് ആ മുയലിനെയൊക്കെ സ്വന്തമാക്കി എന്നാണ് അഭിഷേക് പറഞ്ഞു വന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര മുയലിനെ സ്വന്തമാക്കിയെന്ന്. ഞാൻ 6 മുയലിനെ സ്വന്തമാക്കിയെന്ന് അഭിഷേക് പറയുന്നുണ്ട്. അതേസമയം തന്നെ സായിയോടായി ചോദിക്കുന്നു, സായി എത്ര എണ്ണം വിട്ടുകൊടുത്തു എന്ന്. 2 എണ്ണം വിട്ടുകൊടുത്തെന്ന് സായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിന് സായി കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്, ഈ ഒരു ഗെയിം എനിക്ക് ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, പിന്നെ അഭിഷേക് എന്നോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഋഷിയുടെ മുയലിനെ എടുത്തുകൊള്ളാൻ. അതെനിക്കൊരു വിട്ട് തന്നതുപോലെയാണ് തോന്നിയത്. അവസാനം എനിക്ക് കൂടുതലാണ് ഉണ്ടായത്, അഭിഷേകിനേക്കാൾ കൂടുതലാണ്. അപ്പം ഞങ്ങൾ ഗെയിം അവിടെ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഭിഷേകിന് 2 എണ്ണം കൊടുത്തതാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ഈക്വലാണ്, അപ്പം ഗെയിം മുന്നോട്ട് പോകുമെന്ന് അങ്ങനെയാണ് സായി പറയുന്നത്. കൂടുതൽ വിശദീകരിച്ച് അഭിഷേക് പറയുന്നുണ്ട്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഋഷിയുടെ മുയലിനെ സായിയോട് എടുക്കാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് അഭിഷേക് പറയുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കളിച്ചതാണെന്ന് മറ്റാർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ഋഷിയോടാണ് ആദ്യം ലാലേട്ടൻ ചോദിക്കുന്നത്. ഋഷി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അഭിഷേകിൻ്റെ സൈഡ് ഞാൻ കേട്ടിരുന്നു, എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടത്. ബാക്കി മുഴുവനാക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല. ലാലേട്ടൻ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നുണ്ട്. അടുത്തത് ജാസ്മിനോടാണ് ചോദിക്കുന്നത്. ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കളിയിൽ മാത്രമല്ല പല ഗെയിമിലും ഇവരിങ്ങനെ ഒത്തു കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 3 പേരുണ്ട്, ഇവർ ഒരു സാധാരണ സെറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ലാലേട്ടൻ ചോദിക്കുന്നത് ജിൻഡോയോടാണ്. ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ്, ടീമായിട്ടാണ് കളിച്ചത് എന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവും. ഈ കളിയിൽ മാത്രമല്ല എല്ലാ ഗെയിമിലും ഇവരിങ്ങനെയാണ് കളിക്കുന്നത്. നെക്സ്റ്റ് ലാലേട്ടൻ സിജോയോടാണ് ചോദിച്ചത്. സിജോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഗെയിമിൽ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, പ്ലാനിങ്ങോട് കൂടി കളിച്ച ഗെയിം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ഈ ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കവർ പ്ലാനിങ്ങോടെ കളിച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഗെയിമിൻ്റെ അവസാനം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നത് കണ്ടു എന്ന് സിജോ പറയുന്നുണ്ട്. പിന്നീട് നോറയോടും അർജുനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അർജുനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഫൈനലായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ മനസ്സിലാക്കാതെ കളിക്കുന്നത് കൊണ്ടാണ് അവർ ഫൈനലിൽ വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ ഒരാഴ്ച ആരെയും വലിയ രീതിയിലൊന്നും എടുത്ത് കുടയുകയൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരാഴ്ച തന്നെയായിരുന്നു ഈ ഒരാഴ്ച.